ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ വീട്ടിലേക്ക് കല്ലുമുക്കായി വാങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും റെസിപ്പി ഇടണമെന്ന്. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തു. അതായത് നല്ല അമ്മേൻ്റെ കല്ലുമുക്കായി കറിയുണ്ട്, അതുപോലെ തന്നെ കല്ലുമുക്കായി ഫ്രൈ ഉണ്ട് കേട്ടോ. ഇന്ന് നിങ്ങൾ ഞാൻ കൊതിപ്പിക്കും. നല്ലൊരു ആവറേജ് സൈസ് ഒരു കല്ലുമുക്കായി ആയിരുന്നു. കിലോന് എന്തോ 300 രൂപ അങ്ങനെയാണെന്ന് അച്ഛൻ പറഞ്ഞത് കേട്ടോ. അപ്പം ഇത്ര പോരാന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാത്തിൻ്റെ അതും നല്ല ഇറച്ചി ഉണ്ടായിനെ. സത്യം പറഞ്ഞാൽ കഴുകിയിട്ട് ഇതിൻ്റെ ആ വായൊന്ന് തുറന്ന് കിട്ടുന്നത് വരെ ഭയങ്കര ടെൻഷനായിരുന്നു, വല്ലതും ഉള്ളിലുണ്ടാകുമെന്ന്. അപ്പോൾ നമ്മൾ പുറമേ ഒന്ന് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു. പിന്നെ എന്നിട്ട് അടച്ച് വെച്ച് കുറച്ച് സമയം വേവിച്ചപ്പോഴേക്കും വിസിലൊന്നും ഇടാണ്ട്, മീൻസ് വിസിൽ വരാണ്ട് വേവിച്ചേട്ടോ. അങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ എല്ലാം നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് വായി തുറന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ തമ്പ് കാണിച്ചു നോക്കുമ്പോൾ മാറിപ്പോയി. ഓക്കെ, അപ്പം കണ്ടില്ലേ, ഇതുപോലെ നല്ല വൃത്തിക്ക് തുറന്ന് കിടപ്പുണ്ടായിനെ. അതിൽ ചിലതെല്ലാം ഇങ്ങനെ അതിൻ്റെ അകത്ത് തന്നെ വിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വൃത്തിയാക്കൽ എളുപ്പമായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്ന ആ വെള്ളമില്ല, അത് കുറച്ച് മാറ്റി വെച്ചിട്ട് അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഈ കല്ലുമുക്ക ഇട്ട് വെക്കുന്നത്. അപ്പം ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തോട് വേറെ മാറ്റി വെച്ചു. ഇനി നമുക്കിതിൻ്റെ ഈ ബാക്കിലുള്ള ഈ ഒരു അഴുക്കില്ലേ, അതെടുത്ത് കളയാം കേട്ടോ. അപ്പം അതും നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 വെള്ളത്തിലും കൂടി കഴുകാനുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ അതിൻ്റെ വേസ്റ്റൊക്കെ വേറെ, തോട് വേറെ ആക്കി, പിന്നെ നമ്മളെ കല്ലുമുക്കതിൻ്റെ ഇറച്ചി വേറെ, അങ്ങനെ എല്ലാം ആക്കിയിട്ട് ഞാനിതാ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് ആദ്യം തന്നെ ഫ്രൈ ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് അമ്മ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി, നല്ല മുളക് പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില, അത് റിക്കൂട്ടിൻ്റെ വക ഇട്ടതാണ്. അപ്പം ഞാൻ പറഞ്ഞ സാരമില്ല, അവിടെ നിന്ന് ഇട്ടേന്ന്. പിന്നെ നമ്മൾ ഉപ്പും കൂട്ടിയിട്ട് നല്ലതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലതുപോലെ നമുക്ക് ഇതുപോലെ പെരക്കിയെടുക്കാം. അപ്പം അമ്മ ആദ്യം ഇട്ടപ്പം മുളക് പൊടി കുറഞ്ഞു പോയി. അതിന് ശേഷം പിന്നെയും കുറച്ചധികം മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ നല്ല ലെവലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയിലാണ് പൊരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കല്ലുമുക്കായി കറിയാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ അരച്ച് വെച്ചതാണ്. തേങ്ങയിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ജീരകം ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കല്ലുമുക്കായി എല്ലാം ഇതാ ചട്ടിയിലേക്ക് പൊരിയാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കറി വെക്കാം. അതിന് വേണ്ടിയിട്ട് അമ്മ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. നേരത്തെ പെരക്കി വെച്ചതിനകത്ത് നിന്ന് കുറച്ച് മാറ്റി വെച്ചതാണ് കല്ലുമുക്കായ കേട്ടോ. അപ്പോൾ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇഞ്ചി ഓൾറെഡി അമ്മ നുറുക്കിയിട്ടിട്ടുണ്ട് അതിൽ. പിന്നെ നല്ല പഴുത്ത തക്കാളിയില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയും വേണ്ട. നമ്മൾ എനക്കും അമ്മ കൊച്ചനല്ലേ വേണ്ടതുകൊണ്ട് കുറച്ച് മാത്രമേ കറിയെല്ലാം വെക്കുന്നുള്ളൂ കേട്ടോ. വലിയ ചട്ടിയാണെന്നേ ഉള്ളൂ, സാധനം കുറവേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെ ഉപ്പും ചേർത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചത് നമ്മളിതാ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മളെ കല്ലുമുക്ക നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിപ്പോൾ ഇങ്ങനെ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ തിള വരുന്നുണ്ടില്ലേ, ഈ ഒരു സമയമാകുമ്പം നമുക്ക് നമ്മളെ അരവ് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ അരച്ച് വെച്ച അരവും കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയേ കറിയുള്ളൂ, ഇത്രയേ നമുക്ക് വേണ്ടുള്ളൂ 2 നേരത്തേക്കും കൂടിയിട്ട്. അപ്പം നമ്മൾ ജാറ് കഴുകിയിട്ടുള്ള ആ ഒരു വെള്ളമില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്ര മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. അതായത് അത് നമ്മളെ തേങ്ങ അരവിൻ്റെ പച്ചമുളകൊന്നും മാറണം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇതാ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കടുകും കൂടി താളിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഉള്ളിയും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല, കടുക് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫൈനലി നമ്മൾ പറയണ്ടേ, അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കല്ലുമ്മക്കായ് കറി റെഡി ആയിട്ടുണ്ട്. ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പിന്നെ അമ്മ വെള്ളരിക്ക കറി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളരിക്ക ഇവിടെ തന്നെ ഉണ്ടായ വെള്ളരിക്കയാണ് കേട്ടോ. അതുപോലെ തന്നെ വറവിന് ഇന്ന് നമുക്ക് പച്ചക്കായ് വറവാണ്. അപ്പം ഇത്രയുമാണ് നമ്മളെ ഇന്നത്തെ വിഭവങ്ങൾ എന്ന് പറയുന്നത്. സൈഡിൽ തന്നെ രാവിലത്തെ നമ്മളെ കോളിഫ്ലവർ, ഉരുളക്കിഴങ്ങ് വെറുതെ അമ്മ ചപ്പാത്തിക്കാക്കിയൊരു കറിയാണ്, അതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും കൊതി വന്നിട്ടുണ്ടെന്ന് അറിയാം. വെറുതെ ചുമ്മാ ഒരു കല്ലുമ്മക്കായ് കറി റെസിപ്പി വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളെ പുതിയ ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻ വന്നിട്ടുള്ളതിൽ 2 പീസാണ് ഇനി ബാക്കിയുള്ളത്. അതിൽ ഒന്ന് ഇതാണ്, ഈ വയലറ്റും റെഡും കളറിൽ വരുന്നതാണ്. റെഡല്ല, ഒരു പിങ്കാണ് കേട്ടോ. അപ്പം കോട്ടൺ ബാട്ടിക് പ്രിൻറ്റിൽ വരുന്നതാണ്. അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർ ഇവിടെ ഞാൻ നമ്പർ കൊടുക്കുക, അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതിയേ. ഇതുപോലത്തെ 2 കളറാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ളത്. ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റി പോസ്റ്റും ഇൻസ്റ്റയിലായാലും സ്റ്റോറിയും പിന്നെ നമ്മളെ വാട്സപ്പിലെല്ലാം കാണുന്നവരാണെങ്കിൽ ഞാൻ സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ഇട്ടിട്ട് ഓർഡർ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വാങ്ങാൻ 2 ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. എന്നിട്ട് നമ്മളെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാനും കൂടി ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.